ഹായ് ഫ്രണ്ട്സ്, എല്ലാവർക്കും നമസ്കാരം. അപ്പോൾ നമ്മുടെ തമ്പനിയിൽ കാണിച്ചതുപോലെ നമ്മുടെ ലഡ്ക്കൻ നമുക്ക് തയ്ച്ചെടുക്കുന്ന ഒരു വീഡിയോ ആണ് നമ്മൾ ഇന്ന് കാണിച്ചത്. അപ്പോൾ ഈ രണ്ട് ലഡ്ക്കൻ തയ്ക്കുന്നതിലുള്ള വ്യത്യാസങ്ങളാണ് ഞാൻ ഇന്നത്തെ വീഡിയോയിൽ നമ്മൾ കാണിച്ചു തരുന്നത്. അപ്പോൾ നമുക്ക് ആദ്യത്തെ രീതിയിൽ നമുക്ക് സാധാരണ നമ്മൾ നോർമലായി ചെയ്തെടുക്കുന്ന ലഡ്ക്കൻ നമ്മളൊരു പീസിനെ ഇതുപോലെ മടക്കി നമ്മുടെ ലൂപ്പിനെ ഇതുപോലെ വെച്ച് കൊടുത്ത് നമ്മൾ ഇവിടെ നിന്ന് നമുക്ക് ഈ ഒരു ക്രോസിൽ നമ്മൾ തയ്ച്ചെടുക്കുകയാണ് ചെയ്യാറ് കേട്ടോ. ഈ ഒരു രീതിയിലാണ് തയ്ച്ചെടുക്കാറ്. ചിലപ്പോൾ നമുക്ക് ഈ ഒരു കോണുവശം നമ്മളൊന്ന് മടക്കിയിട്ടൊക്കെ സ്റ്റിച്ച് ചെയ്ത് കൊടുക്കാറുണ്ട്, ആ ഒരു തയ്യൽ തുമ്പ് പുറത്ത് കാണാതിരിക്കാൻ വേണ്ടി. നമ്മൾ ഈ ഒരു പീസിനെ കണ്ടോ, നമ്മൾ ഇതുപോലെ കട്ട് ചെയ്ത് മാറ്റി ഇതിനെ നമ്മൾ ഇതുപോലെ മറിച്ചിട്ട് കഴിഞ്ഞാൽ നമുക്ക് ലഡ്ക്കൻ തയ്യാറായി, നമുക്ക് ഈസിയായി തയ്ച്ചെടുക്കാൻ കഴിഞ്ഞു. എന്നാൽ നമുക്ക് ഇവിടെ ഈ ഒരു ഭാഗത്ത് നമുക്ക് ലഡ്ക്കൻ്റെ ഈ ഒരു ഉൾവശത്തുള്ള തയ്യൽ തുമ്പ് കണ്ടോ, ഇത് നമുക്ക് പുറത്ത് കാണുന്ന രീതിയിലാണുള്ളത് അല്ലേ. ഈ ഒരു രീതിയിലാണ് നമുക്ക് ലഡ്ക്കൻ വന്നിരിക്കുന്നത്. എന്നാൽ നമുക്ക് ഈ ഒരു ലഡ്ക്കൻ കണ്ടോ നിങ്ങൾ, അതായത് തയ്യൽ തുമ്പ് പുറത്ത് കാണാത്ത രീതി നല്ല ഭംഗിയോടുകൂടി അതുപോലെ നല്ല ഫിനിഷിങ്ങോടുകൂടി നമ്മളിത് ചെയ്തെടുത്തിട്ടുണ്ട്. അപ്പോൾ ഈ ഒരു ലഡ്ക്കൻ എങ്ങനെയാണ് സ്റ്റിച്ച് ചെയ്യുന്നതാണ് നമ്മൾ ഇന്നത്തെ വീഡിയോ നമ്മൾ കാണിച്ചു തരുന്നത്. അപ്പോൾ നമുക്ക് വീഡിയോയിലേക്ക് പോകാം. അപ്പോൾ നമ്മൾ ഈ ഒരു ലഡ്ക്കൻ തയ്ക്കാൻ വേണ്ടി നമ്മളൊരു 5 ഇഞ്ചുള്ള ഒരു പീസാണ് നമ്മൾ എടുത്തിരിക്കുന്നത്. 5 ഇഞ്ച് വീതിയും 5 ഇഞ്ച് നീളവും കണ്ടോ, നമ്മൾ സ്ക്വയർ ആയിട്ടുള്ള പീസാണ് എടുത്തിരിക്കുന്നത്. ഇത് നിങ്ങൾക്ക് ലഡ്ക്കൻ വലിപ്പം കുറവ് മതിയെങ്കിൽ നിങ്ങൾക്ക് ഇതൊരു 4 ഇഞ്ച് വീതിയിലൊക്കെ പീസൊക്കെ എടുക്കാം. നിങ്ങൾക്ക് എത്രയാണോ ആവശ്യം അതിനനുസരിച്ച് കൊടുക്കാം. ഇതിൽ നമുക്ക് ഈ ഒരു ലൂപ്പിനെ കണ്ടു നമ്മൾ ഇതുപോലെയാണ് വെച്ച് കൊടുക്കേണ്ടത് കേട്ടോ. ഈ ഒരു രീതിയിലാണ് നമുക്ക് വെച്ച് കൊടുക്കേണ്ടത് ലൂപ്പ്. എന്നിട്ട് നമ്മൾ ഇവിടെ നിന്ന് ഈ ഒരു പീസിനെ ഇതുപോലെ മടക്കുക കേട്ടോ. കോണായിട്ട് ഇതുപോലെ മടക്കി നമുക്ക് ഇവിടെ നിന്ന് നമുക്ക് സ്റ്റിച്ചിങ് തുടങ്ങണം. ഇവിടെ നിന്ന് നമുക്കൊരു സൈഡ് വശം നമുക്ക് താല്പര്യം തയ്യൽ തുമ്പ് വെച്ച് ഇവിടെ നിന്ന് നമുക്ക് ഈ ഒരു ചരടിനെ ഈ ഒരു ലൂപ്പിലെ ആ ഒരു ലൂപ്പിനെ നല്ലവണ്ണം അവിടെ നിന്ന് കെട്ടി അടിച്ചതിന് ശേഷം ഈ ഒരു ഭാഗം നമുക്കിവിടെ ഈ ഒരു കോണിലേക്ക് കണ്ടോ, ലൂപ്പിനെ നമുക്ക് ഈ ഒരു കോണിലേക്ക് വെച്ച് കൊടുത്ത് ഇവിടെ നിന്ന് നമ്മൾ ഇവിടെ കണ്ടോ ഇവിടെ നമ്മൾ സ്റ്റിച്ച് ചെയ്ത് നിർത്തുക. സൈഡ് വശം വരെ സ്റ്റിച്ച് ചെയ്യാൻ എടുക്കാൻ പാടില്ല. നമ്മൾ ആദ്യത്തെ ഭാഗം ചെയ്തതുപോലെ തയ്യൽ തുമ്പ് വെച്ച് നമുക്കവിടെ സ്റ്റിച്ചിങ് നിർത്തണം. അതിനുശേഷം നമ്മൾ ഇവിടെ നിന്ന് ഈ ഒരു ഭാഗത്തേക്ക് സ്റ്റിച്ച് ചെയ്തെടുക്കുക. അപ്പോൾ ഇവിടെ കണ്ടോ, ഇവിടെ ഈ ഒരു ഭാഗം മുഴുവനായി സ്റ്റിച്ച് ചെയ്തെടുക്കാൻ പാടില്ല, അല്പം വിട്ട് കണ്ടോ ഇവിടെ നല്ലവണ്ണം ഒന്ന് കെട്ടിയടിച്ച് സ്റ്റിച്ച് ചെയ്തു കണ്ടോ. ഈ ഒരു ഭാഗം വരെ സ്റ്റിച്ച് ചെയ്തെടുക്കാൻ പാടുള്ളൂ. ഇനി നമുക്ക് സാധാരണ നമ്മുടെ ലഡ്ക്കനൊക്കെ തയ്ച്ചു കഴിഞ്ഞാൽ നമുക്ക് ഇവിടെ ഇതുപോലെ വലിച്ച് മറിച്ചിടുകയാണ് ചെയ്യാറ് അല്ലേ. എന്നാൽ നമുക്ക് ഈ ഒരു ലഡ്ക്കൻ തയ്ക്കുന്ന സമയത്ത് ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം, നമുക്ക് ഈ ഒരു കോണിലെ ഈ ഒരു കോണിനെയാണ് നമ്മുടെ ഉള്ളിലേക്ക് മടക്കി കൊടുക്കേണ്ടത്. ഇതുപോലെ മടക്കി കൊടുത്ത് നമുക്ക് ഈ ഒരു കോണിൻ്റെ ഈ ഒരു പോയിന്റ് വരുന്ന ഭാഗമില്ലേ, ഈ ഒരു പോയിന്റ് വരുന്ന ഭാഗത്തെ ഇതുപോലെ കറക്റ്റ് ഈ ഒരു കോണാക്കി മടക്കി കൊടുത്ത് ഇതിൻ്റെ ഉള്ളിലേക്ക് നമുക്ക് ഈ ഒരു ഓപ്പൺ വരുന്ന ഭാഗമില്ലേ, നമ്മൾ ഈ മുഴുവനായും പൂർണ്ണമായും തയ്ച്ചെടുക്കാതെ ആ ഒരു ഭാഗത്തേക്ക് ഇതുപോലെ ഒന്ന് തള്ളിക്കൊടുക്കുക. നമുക്കൊരു സൂചി കൊണ്ടോ അല്ലെങ്കിൽ നമുക്ക് എന്തെങ്കിലും ഇതുപോലുള്ള മൂർച്ചയുള്ള ഭാഗങ്ങൾ കൊണ്ടോ നമുക്ക് സ്ക്രൂ ഡ്രൈവർ കൊണ്ടൊക്കെ നമുക്ക് ഇതുപോലെ ഒന്ന് തള്ളിക്കൊടുത്താൽ നമുക്കിവിടെ ഈ ഒരു കോണ് കിട്ടും കണ്ടോ. ഈ ഒരു കോണായിട്ട് നമുക്കിവിടെ കിട്ടും. ഈ ഒരു കോണ് ഇതുപോലെ കിട്ടിക്കഴിഞ്ഞാൽ നമ്മൾ ഈ ഒരു കോണ് നമുക്ക് വലിച്ച് മറിച്ചിടാൻ പാടില്ല. നമ്മൾ എന്ത് ചെയ്യണം, നമ്മൾ ഇവിടെയുള്ള ഈ ഒരു പീസിലെ നമുക്ക് ഈ ഒരു ഓപ്പൺ ആയിട്ട് വരുന്ന ഈ ഒരു പീസിനെ ഇതുപോലെ ഈ ഒരു ഭാഗത്തേക്ക് മറിച്ചെടുക്കുക കണ്ടോ. ഇതുപോലെ ഈ ഒരു ഓപ്പൺ വരുന്ന ഭാഗത്തെ ഇതുപോലെ മറിച്ചെടുത്ത് കഴിഞ്ഞാൽ നമുക്ക് കേട്ടോ ഇതുപോലെ മറിച്ചെടുത്ത് കഴിഞ്ഞാൽ നമുക്ക് ഈ ഒരു കോണിൽ നമ്മൾ ആദ്യം സ്റ്റിച്ചിങ് തുടങ്ങിയ ഭാഗമില്ലേ, നമ്മുടെ ലൂപ്പ് വെച്ച് ആദ്യം സ്റ്റിച്ച് ചെയ്ത ഭാഗമില്ലേ, ആ ഒരു ഭാഗം വരെ നമുക്കിത് കിട്ടും കേട്ടോ. ഇതുപോലെ കിട്ടും. ഇതുപോലെ കിട്ടിയതിന് ശേഷം ഇതിനെ നമുക്കൊന്ന് നല്ലവണ്ണം ഒന്ന് റൗണ്ട് ചെയ്ത് കൊടുക്കുക കേട്ടോ. ഇതുപോലെ ഒന്ന് കറക്റ്റ് റൗണ്ട് ചെയ്ത് കൊടുക്കുക. ഈ ഒരു കോണ് വശം നമുക്ക് ഇതുപോലെ കറക്റ്റ് വെച്ച് കൊടുക്കാം. അപ്പോൾ നമുക്ക് ഈ ഒരു ലൂപ്പ് കണ്ടോ, ലൂപ്പ് നമുക്ക് ഇതിൻ്റെ ഉൾവശത്താണ് ഉള്ളത് കണ്ടോ. ഇതുപോലെയാണ് വരേണ്ടത്. അപ്പോൾ നമുക്ക് ഈ ഒരു കോണ് കണ്ടോ, ഈ ഒരു പോയിന്റാണ് നമ്മൾ ശ്രദ്ധിക്കേണ്ടത്. അതിന് വേണ്ടിയാണ് നമ്മൾ ആദ്യം കുത്തിയെടുക്കുന്ന സമയത്ത് തന്നെ അത് കറക്റ്റ് മറിച്ചിട്ട് കുത്തിയെടുത്തത് അതിന് വേണ്ടിയാണ്. എന്നാൽ നമുക്ക് ഇവിടെ കണ്ടോ ഈ ഒരു ഭാഗം ഇതുപോലെ കിട്ടിയാൽ ഇവിടെ നിന്ന് നമുക്ക് ആ ഒരു ക്രോസിൽ നമുക്കൊരു സ്റ്റിച്ച് ചെയ്ത് കൊടുക്കാം. ആ ഒരു തയ്യൽ തുമ്പിനെ ഇവിടെ നമ്മളൊന്ന് സ്റ്റിച്ച് ചെയ്ത് കൊടുക്കുന്നു കേട്ടോ. ഇതുപോലെ സ്റ്റിച്ച് ചെയ്ത് കൊടുക്കുന്നു. ഇനി നമുക്ക് ഇവിടെ വരുന്ന എക്സ്ട്രാ വരുന്ന ഭാഗങ്ങളെ നമുക്ക് കട്ട് ചെയ്ത് മാറ്റാം. ഇനി നമുക്കിതിനെ ഒന്ന് മറിച്ചിടാം കണ്ടോ. ഇതുപോലെ മറിച്ചിട്ടെടുക്കാം കണ്ടോ. ഇപ്പോൾ നമ്മുടെ ലഡ്ക്കൻ കണ്ടോ നല്ല ഫിനിഷിങ്ങോടുകൂടി നല്ല വൃത്തിയായി അടിപൊളിയായിട്ടുള്ള ഒരു ലഡ്ക്കൻ നമുക്ക് സ്റ്റിച്ച് ചെയ്ത് കിട്ടി കണ്ടോ. അപ്പോൾ നമുക്ക് 2 ലഡ്ക്കനും സ്റ്റിച്ച് ചെയ്യുന്നുള്ള വ്യത്യാസം ഞാൻ നിങ്ങൾക്ക് കാണിച്ചു തന്നു. അപ്പോൾ നമുക്ക് ഈ ഒരു രീതിയിൽ നിങ്ങൾക്ക് ലഡ്ക്കൻ തയ്ച്ചെടുക്കാം.
അപ്പോൾ നമുക്കിവിടെ കണ്ടോ, രണ്ട് ലടുക്കാൻ തമ്മിലുള്ള വ്യത്യാസം കണ്ടോ, തയ്യൽ തുമ്പ് ഇവിടെ പുറത്ത് കാണുന്നുണ്ട്, എന്നാൽ ഇതിന് നമുക്ക് തയ്യൽ തുമ്പ് പുറത്ത് കാണുന്നില്ല. അപ്പോൾ നിങ്ങൾക്ക് വീഡിയോ ഉപകാരപ്രദമായിട്ടുണ്ടെങ്കിൽ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക, അതുപോലെ തന്നെ വീഡിയോ ഒന്ന് ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക. പുതിയൊരു വീഡിയോയുമായി വീണ്ടും